വിശദാംശങ്ങളിലേക്ക്. പ്രശസ്ത സംവിധായകനും ഛായാഗ്രാഹകനുമായ സംഗീത് ശിവൻ അന്തരിച്ചു. മുംബൈയിലായിരുന്നു അന്ത്യം. യോദ്ധ, വ്യൂഹം, ഗാന്ധർവം, നിർണയം തുടങ്ങിയ ചിത്രങ്ങളുടെ സംവിധായകനാണ്. മലയാളം, ഹിന്ദി ഭാഷകളിലായി 20ഓളം ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. വിവരങ്ങൾ അതുല്യ രാമചന്ദ്രൻ നൽകും. അതുല്യ, മലയാള സിനിമയ്ക്ക്, ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ വലിയ നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വേർപാട്. സംഗീത് ശിവൻ അന്തരിച്ചു എന്നുള്ള വാർത്തയെത്തുമ്പോൾ അദ്ദേഹത്തിലെ മികച്ച ഛായാഗ്രാഹകൻ, സംവിധായകൻ എന്നീ നിലകളിലെ വ്യക്തിത്വം വളരെ എടുത്തുകാട്ടപ്പെടുന്നുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും ഫിജി, ഒരു സംവിധായകൻ എന്ന നിലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നില്ല അദ്ദേഹത്തിൻ്റേത്. തീർച്ചയായും സംവിധായകൻ, ഛായാഗ്രാഹകൻ, അതോടൊപ്പം തന്നെ താൻ സംവിധാനം ചെയ്ത പല സിനിമകളുടെയും കഥ എഴുതിയതും അദ്ദേഹം തന്നെയായിരുന്നു. ഇത്തരത്തിൽ സിനിമയിൽ തന്നെ എല്ലാ മേഖലകളിലും ഒരേപോലെ തിളങ്ങി നിന്നിരുന്ന പ്രതിഭാധനനായിരുന്ന ഒരു വ്യക്തിത്വത്തെയാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. എടുത്തു പറയുകയാണെങ്കിൽ കേവലം ഒരു സിനിമ കൊണ്ട് തന്നെ മലയാളികളുടെ മനസ്സിൽ മായാത്തൊരു മുദ്ര പതിപ്പിച്ച സംവിധായകനാണ് സംഗീത് ശിവൻ. യോദ്ധ എന്ന ഒറ്റ സിനിമയിലൂടെ മലയാളികൾ എക്കാലവും നെഞ്ചോട് ചേർക്കുന്ന ഒരുപിടി കഥാപാത്രങ്ങളെ സമ്മാനിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. യോദ്ധയുടെ സംവിധാനവും അതേപോലെ തന്നെ യോദ്ധയുടെ കഥയും നിർവഹിച്ചിരിക്കുന്നത് സംഗീത് ശിവൻ തന്നെയാണ്. ഈ ഒരൊറ്റ സിനിമയിലൂടെ എല്ലാ കാലത്തും മലയാളികൾക്ക് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന, അല്ലെങ്കിൽ എല്ലാ കാലത്തും പ്രായഭേദമന്യേ എല്ലാ മലയാളികളും ഒരേപോലെ ഓർത്തുവെക്കുന്ന നിരവധി കഥാപാത്രങ്ങളെയും അതുപോലെ തന്നെ വളരെയധികം നർമ്മ സന്ദർഭങ്ങളെയും മലയാളിക്ക് ഇദ്ദേഹം സമ്മാനിച്ചിട്ടുണ്ട്. 1990 വ്യൂഹം എന്ന് പറയുന്ന തികച്ചും പുതിയ രീതിയിലുള്ള ഒരു സിനിമയിലൂടെയാണ് സംഗീത് ശിവൻ മലയാള ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വരുന്നത്. അതിനു മുൻപും അദ്ദേഹത്തിൻ്റെ അച്ഛൻ ശിവൻ പ്രശസ്തനായ ഫോട്ടോഗ്രാഫറായിരുന്നു. അദ്ദേഹം സംവിധാനം ചെയ്ത അഭയം എന്ന ചിത്രം നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹമായിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രശസ്ത ഛായാഗ്രാഹകനായ സന്തോഷ് ശിവൻ ഇദ്ദേഹത്തിൻ്റെ സഹോദരനാണ്. ഇത്തരത്തിൽ സിനിമയുമായി ഒരു ബന്ധമുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് സംഗീത് ശിവൻ എത്തുന്നതെങ്കിലും ആദ്യമായി തൻ്റെ സഹോദരൻ സന്തോഷ് ശിവൻ്റെ നിതാന്തമായ പരിശ്രമങ്ങൾക്കും പ്രേരണയ്ക്കും ഒടുവിലാണ് ആദ്യത്തെ സിനിമ കഥ എഴുതി സംവിധാനം ചെയ്യാൻ സംഗീത് ശിവൻ തയ്യാറാകുന്നത്. വ്യൂഹം എന്ന പേരിൽ രഘുവരനെയും സുകുമാരനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കിക്കൊണ്ടാണ് വ്യൂഹം എന്ന സിനിമ അദ്ദേഹം തയ്യാറാക്കിയത്. വലിയൊരു താരനിര ഇല്ലാതിരുന്നിട്ടും ഒരു തുടക്കക്കാരനായിരുന്നിട്ട് കൂടി വ്യൂഹം അന്നത്തെ പ്രേക്ഷകർക്കിടയിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. ഇത് അവതരണത്തിലെ ഒരു പുതുമയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കഥയെഴുത്തിലെ ആ ഒരു സൂക്ഷ്മാംശവും കൊണ്ടെല്ലാം ആയിരുന്നു. പിന്നീട് അങ്ങോട്ട് ഗാന്ധർവം, നിർണയം, യോദ്ധ, ഡാഡി, അന്ന തുടങ്ങി നിരവധി ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തു. അതിൽ പലതിൻ്റെയും കഥയും അദ്ദേഹം തന്നെയാണ് എഴുതിയത്. അതിനുശേഷം അദ്ദേഹം ബോളിവുഡിലും തൻ്റെ കൈമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ബോളിവുഡിൽ ഛായാഗ്രാഹകനായും അതുപോലെ തന്നെ സംവിധായകനായും ഒരേ നിലയിൽ അദ്ദേഹം തിളങ്ങുകയുണ്ടായി. ഏറ്റവും ഒടുവിൽ അദ്ദേഹം ആശുപത്രിയിലാകുന്നതിനെല്ലാം മുൻപ് യോദ്ധയ്ക്കൊരു 2ാം ഭാഗം ഇറക്കുന്നതിനെക്കുറിച്ച് നിരവധിയായ അഭിമുഖങ്ങളിൽ അദ്ദേഹം വാചാലനായിരുന്നു. യോദ്ധയ്ക്കൊരു 2ാം ഭാഗം ഇറക്കാൻ ആഗ്രഹമുണ്ടെന്നും പ്രത്യേകിച്ച് മോഹൻലാലിനൊപ്പം വീണ്ടും ഒരു ഹിറ്റ് ചിത്രം കൂടി എടുക്കുവാൻ അദ്ദേഹം ഏറെക്കുറെ ആഗ്രഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല, കഴിഞ്ഞ ഒരു വർഷം മലയാളത്തിൽ വലിയ വിജയം നേടിയ രോമാഞ്ചം എന്ന ചിത്രത്തിൻ്റെ ഹിന്ദി പതിപ്പിൻ്റെ സംവിധാനം നിർവഹിക്കേണ്ടിയിരുന്നത് സംഗീത് ശിവനായിരുന്നു. അതിൻ്റെ പോസ്റ്ററുകളടക്കം ഇറക്കിക്കൊണ്ട് പുതിയ ആ സംവിധാനത്തിന് വേണ്ടി അതിൻ്റെ വഴിയിലായിരുന്നു ഇദ്ദേഹം ഇപ്പോൾ മരണപ്പെട്ടു പോയിരിക്കുന്നത്. ഫിജി. ശരി, അതുല്യ. സംവിധായകനും ഛായാഗ്രാഹകനുമായ സംഗീത് ശിവൻ അന്തരിച്ചു. റഹ്മാനെ മലയാളത്തിൽ ആദ്യമായി പരിചയപ്പെടുത്തിയ സംവിധായകനാണ് അദ്ദേഹം. യോദ്ധ എന്ന ചിത്രത്തിനു വേണ്ടി.